ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അങ്ങേക്ക് തുടരാം. 370 നിങ്ങളുടെ പാർട്ടിയുടെ തന്ത്രമായിരുന്നു. അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയെ നമുക്ക് തന്ത്രം എന്ന് തന്നെ ഉപയോഗിക്കാം. അതൊരു സ്ട്രാറ്റജിയാണ്. 370 എന്ന് പറയുന്ന ഒരു വൈകാരിക ഭാവം ഇന്ത്യയിലെ BJP പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാവണം, ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കുണ്ടാവണം. ആ 370 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370യുമായി കണക്ട് ചെയ്തതാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി BJP അധികാരത്തിൽ വരും. അതിൻ്റെ ആവശ്യമുള്ളല്ലോ. വി വിൽ ബി ഡെഫിനറ്റ്ലി കം ടു ദ പവർ. അത് ഇപ്പം നിങ്ങൾ യോഗേന്ദ്ര യാദവിൻ്റെയും അതേപോലെ പ്രശാന്ത് കിഷോറിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. പ്രശാന്ത് കിഷോർ പറയുന്നു, അദ്ദേഹത്തെ എതിർക്കുന്നവരോട് അദ്ദേഹം പറയുന്നു ജൂൺ 4-ന് ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും, വെള്ളം കുടിച്ചത് ശരീരത്തിന് നല്ലതാണെന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. BJPയെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റാണല്ലോ രാജ്ദീപ് സർദേശായി. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? വേണു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നു BJP കംഫർട്ടബിളി വിന്നിങ് ദ 2024 ലോക്സഭ ഇലക്ഷൻ. രാജ്ദീപ് സർദേശി പറയുന്നത്, ഐ ഡിഡ്ന്റ് സീ ദ ഓപ്പോസിഷൻ മേക്ക് എനി ഇമ്പാക്റ്റ് നാഷണലി. ദേ മേ വിൻ എ സ്മോൾ പോക്കറ്റ്സ് ബട്ട് ഡോണ്ട് സീ എ നാഷൻ വൈഡ് സ്വിങ്. രാജ്യം എവിടെയും എപ്പോഴാണ് രാജ്യത്തെ എല്ലായിടത്തും ഒരു സ്വിങ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖിക സ്വിങ് കണ്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണത്. എന്താ കാരണം? ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്തത് കൊണ്ടാണ്. മിസ്റ്റർ വേണു, താങ്കൾ പറഞ്ഞ പോലെ 2014 ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. താങ്കളുടെ മറ്റൊരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2014 അതിശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. 2019 ഒരു ദേശീയ വികാരം ഉണ്ടായിരുന്നു. 2024 സംബന്ധിച്ചിടത്തോളം ആന്റി ഇൻകംബൻസി. പക്ഷേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി എന്തുകൊണ്ട് പരിഭ്രാന്തനായി വർഗീയ വിദ്വേഷ പ്രചാരണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു? അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 400 പാർ പിന്നീട് പറയാതിരുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഈ പ്രശാന്ത് കിഷോർ തിരികൊളുത്തി വിട്ടതിന് തൊട്ട് പിന്നാലെ വീണ്ടും യോഗി പറയുന്നു, ഇപ്പോൾ വീണ്ടും ആത്മവിശ്വാസത്തോടെ മോദി പറയുന്നു. അതെന്തുകൊണ്ട്? അത് എനിക്ക് തോന്നുന്നു താങ്കളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. എല്ലാ സമയത്തും നരേന്ദ്രമോദിയുടെ എല്ലാ സ്പീച്ചിലും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരേ ആശയമാണ്. അത് BJPയുടെ തീരുമാനമാണ്. ഇറ്റ് ഈസ് അവർ ഡിസിഷൻ. ഞങ്ങളുടെ ഡിസൈനാണെന്ന് നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ തെറ്റു പറയില്ല. ഇറ്റ് വാസ് അവർ ഡിസൈൻ, ഇറ്റ് വാസ് അവർ സ്ട്രാറ്റജി. അത് 400 എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് 400-ലാണ്. അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ഒരിക്കലും ഞങ്ങൾ മാറ്റില്ല. പിന്നെ താങ്കൾ ചോദിച്ച നല്ലൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ഫേസ് രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ വിദ്വേഷം വന്നത്? ഞാൻ അതിനു മുമ്പ് ഈ രാജ്ദീപ് സർദേശായിയുടെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരാളുടെ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അത് അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇന്ത്യയിലേക്ക് ആളുകളെ വിട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മിസ്റ്റർ ബ്രമ്മർ, ആ ബ്രമ്മറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കംഫർട്ടബിൾ മെജോറിറ്റി എബവ് 303. അദ്ദേഹം പറയുന്നത് 305 സീറ്റെങ്കിലും മിനിമം കിട്ടും, ഏറ്റവും കുറവ് എന്ന് പൊളിറ്റിക്കൽ അനാലിസിസ്റ്റ്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ബ്രമ്മർ ഫ്രം US അവരുടെ ടീം വന്ന് പഠിച്ചിട്ടാണ്. ഇന്നത്തെ നല്ലൊരു വാർത്തയാണത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കംഫർട്ടബിൾ മെജോറിറ്റി BJP സെക്യൂർ ചെയ്യും. അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. കർണാടകയിൽ കുറയുമോ, തെലങ്കാനയിൽ കൂടുമോ, ഹരിയാനയിൽ കുറയുമോ? അല്ല, ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയണമല്ലോ. അപ്പോൾ ആ ചിന്തയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പക്ഷേ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ്. ഒന്നാം ഫേസിൽ കൃത്യമായിട്ടുള്ള വികസനത്തെക്കുറിച്ചാണല്ലോ നരേന്ദ്രമോദി പറഞ്ഞത്. കേരളത്തിൽ വന്ന് വേണുവിനറിയാലോ 4 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഈ 4 യോഗങ്ങൾ കേരളത്തിൽ പങ്കെടുത്തത് എവിടെയെങ്കിലും ഏറ്റവും കൂടുതൽ ആ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കേണ്ട സ്ഥലമാണ് കേരളം. ആ എവിടെയെങ്കിലും ഫസ്റ്റ് ഫേസിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദി നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയോ? ഇല്ല. നരേന്ദ്രമോദിയുടെ പ്രസംഗം എല്ലാ സ്ഥലത്തും ഫസ്റ്റ് ഫേസിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള വികസനമായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പ്രസംഗത്തെക്കുറിച്ച് താങ്കൾ ചിന്തിക്കണം. താങ്കൾ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെപ്പറ്റി പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയണം. ഇവിടെ മലപ്പുറത്ത് പോയിട്ട് പിണറായി വിജയൻ പറഞ്ഞു മുസ്ലിങ്ങൾ 2ാം കിട പൗരന്മാരാണ്. ഇന്ത്യയിൽ നടന്ന് മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ OBCയെ ഉയർത്തി കാണിച്ചു. എന്നിട്ട് ആ OBC ഉയർത്തി കാണിച്ച് ആ OBCയുടെ കാര്യം പറഞ്ഞ് ഒരു BJPക്ക് അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോമിനെ വിഭജിക്കുവാനുള്ള ശ്രമം നടത്തി. അവരാരും വികസനം പറഞ്ഞില്ല.
നരേന്ദ്രമോദി ഡെലിവറി നടത്തിയിട്ടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് ഞാൻ വേണുവിനെ മുമ്പിൽ വെക്കാം. നരേന്ദ്രമോദി പാവങ്ങൾക്ക് ഡെലിവറി നടത്തിയിട്ടില്ല, നരേന്ദ്രമോദിയുടെ ഭരണം വികസനം കൊണ്ടുവന്നില്ല, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഡെലിവറി നടന്നിട്ടില്ല എന്ന വാദമുണ്ടോ? ഇല്ല. രണ്ടാം ഫേസിൽ ഒന്നാം ഫേസിൽ തന്നെ OBCയും ജാതിയും മതവും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും സംഘടിത ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നേടാൻ CAA ഉപയോഗിച്ചപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി വന്നു. 1 മണിക്കൂർ പ്രസംഗത്തിൽ 5 മിനിറ്റ് അതിന് ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ. ശ്രീ ഡോക്ടർ ജി